ഇവിടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കരിമീനുകൾ ചാകര കൂട്ടമായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് മുറിച്ചെണ്ണ എറിയാൻ പോണ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്താണ് കൂട്ടം നിൽക്കുന്നത്. മുരളിച്ചേട്ടൻ എറിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് വല കിടക്കുന്നത്. മുരളിച്ചേട്ടൻ ഇറങ്ങിയെടുക്കുന്നതാണ്. മീനെ കണ്ടിട്ടാണ് എറിഞ്ഞേക്കണത്. ഫുള്ള് ചെളിയാണ് കേട്ടോ. അപ്പോൾ ചെളിയിൽ ഇറങ്ങിയിട്ട് ചവിട്ടിയിട്ട് വലത് എവിടെ കിടപ്പുണ്ടതുണ്ടോ വല കാണാവുന്നതാണ്. ചവിട്ടി പിടിക്കും, അല്ലെങ്കിൽ വലിച്ചാൽ കിട്ടില്ല. എവിടെയാണ് മീൻ നോക്കിയിട്ട് അവിടെ ചവിട്ടി പതുക്കെ വലയെന്ന് എടുത്തിടും കേട്ടോ. മുങ്ങി പിടിച്ചോണ്ടിരിക്കുക. ഒരെണ്ണം കിട്ടിയ ലക്ഷണമുണ്ട്. ആ ഒരെണ്ണം കിട്ടി. കരിമീനല്ലേ? ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടിയിരിക്കുകയാണ്. മുരളിച്ചേട്ടൻ രണ്ടാമത് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, അടുത്തത് കിട്ടിയോ? അടുത്ത കിട്ടി. രണ്ടാമത്തെ കരിമീൻ. ഫ്രഷ് സാധനം, പെടക്കണ സാധനമാണ്. ഇങ്ങനെ ചവിട്ടി എവിടെയാണോ മീൻ കാണുന്നത് അവിടെ നിന്ന് പിന്നെ വല പൊക്കി പതുക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്നില്ലേ? ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കരിമീനാണ്. നാലാമത്തെ കരിമീൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 4 എണ്ണത്തിലെത്തി. ഇത് കൂടാണ്ട് പിരിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അവിടെ 2 എണ്ണത്തിന് പിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വല വലിക്കുമ്പോൾ അതിനെ കിട്ടും. നമുക്ക് ഈ ഭാഗത്താണ് കരിമീൻ കിട്ടാറ്. ഇന്നിപ്പോൾ മുരളിച്ചേട്ടൻ വല എറിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അടുത്ത കരിമീൻ കൂടി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം സൈസ് കരിമീനുകളാണ് കേട്ടോ. അടുത്ത ആവറേജ് വലിയ കരിമീനുകളാണ് കേട്ടോ കിട്ടിയേക്കണമെന്ന് മൊത്തം. ഇടയ്ക്ക് ചെറുതുണ്ട്, മീഡിയം സൈസും ഉണ്ട്. അവസാന റൗണ്ടിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വല വലിച്ചെടുത്ത് കഴിയുമ്പോൾ എത്ര മീനുണ്ടെന്ന് കയറുമ്പോൾ അറിയാം. മുരളിച്ചേട്ടൻ കയറാനുള്ള പരിപാടിയാണ്. കയറിയിട്ട് വല വലിച്ച് നോക്കും. വെള്ളത്തിൽ തന്നെ എന്നിട്ട് വല വലിക്കുകയാണ്. ഭയങ്കര ചെളിയാണ്. കനാണോ? ആ, അവിടെ തന്നെ 2 എണ്ണം കാണാം അല്ലേ? 2 കരിമീൻ, 3, 4 കരിമീൻ കാണാം. 5 എണ്ണം കാണാം. വലയിൽ പിരിച്ചിട്ട മീനുകളാണ് ആ കാണുന്നത്. നീ ഉണ്ടോ കേട്ടോ? ഞാൻ കൂടണ്ടേ? എടുത്തു വയ്ക്കാൻ ഞാൻ പിടിക്കാം. പെട്ടയ്ക്കുന്ന കരിമീൻ്റെ ചാകരയാണ്. ഇതാ ഇങ്ങനെയാണ് പിരിച്ചിട്ടേക്കണേ. മുരളിച്ചേട്ടൻ ഓൾറെഡി പിരിച്ചിട്ടേക്കണേ. ഇങ്ങനെ അയച്ചിടും. ഇവിടെയാണ് മീൻ ഭൂരിഭാഗം കിടക്കുന്നത് അല്ലേ? അതിലും വലുതുണ്ട്. ഇത് കിടക്കണ അതിലും വലുതാണല്ലോ. അയ്യോ, കിടക്കണ പറഞ്ഞു ആണോ? വലുതല്ലേ? ഇത് 8.5 മുഴം വല വീട്ടിൽ പോയി ഇത് കണ്ടിട്ട്, ഇതിൻ്റെ കൂട്ടം കണ്ടിട്ട് വന്ന് മുരളിച്ചെണ്ണ എടുത്തിട്ട് വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് എറിഞ്ഞേക്കണത്. കുറച്ചുകൂടെ കനം ലെഡ് കൂടുതലുണ്ട്. 8.5 മുഴമാണ് വല. വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. കരിമീനുകൾ കണ്ടോ അഴിച്ചിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഒറ്റ വല വീശലിൽ ഇത്രയും കരിമീൻ കിട്ടിയതാട്ടെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല മുരളിച്ചേട്ടനും. അല്ല മുരളിച്ചേട്ടാ?
കരയിലോട്ട് എടുത്തിട്ട മീനുകൾ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ 10-15 എണ്ണം ഉണ്ട്. ഇതാണ് കിട്ടിയ മീൻ. ഇത്രയും കരിമീൻ കിട്ടി മുരളിച്ചേട്ടന്. ഏതിനാ വലയ്ക്കകത്ത് കിട്ടും. നമുക്ക് എത്ര കരിമീൻ കിട്ടിയെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 7 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48. 2 എണ്ണം കരിമീനല്ല അതല്ലേ. 50 മീനും 51 മീനുണ്ട്. പക്ഷേ 48 കരിമീനേ ഉള്ളൂ. ബാക്കി പ്രായലല്ലേ, പ്രായലും പള്ളത്തിയല്ലേ. ഇപ്പോൾ ഇന്നത്തെ മുരളിച്ചേട്ടൻ്റെ കരിമീൻ ചാകരയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കരിമീൻ 1ാമത്തെ കിലോ തന്നെ കച്ചവടമാക്കി, ശരസാറിന് കച്ചവടമാക്കി ഇപ്പോൾ തന്നെ കൊടുക്കുകയാണ്. മുരളിച്ചേട്ടന് വിൽക്കാനുള്ളത് എടുത്തിട്ട് മുരളിച്ചേട്ടന് ഇടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കരിമീൻ 400 രൂപ കിലോയ്ക്ക് കൊടുത്തിട്ടുണ്ട്.